ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഈശോയെ പോലെ ശാന്തശീലനും വിനീത ഹൃദയനുമായി ജീവിച്ച ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാളാണ് ഒക്ടോബർ 4. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, രണ്ടാം ക്രിസ്തു എന്ന് നമ്മൾ വിളിക്കുന്ന മഹാവിശുദ്ധൻ. പുല്ലിനോടും പൂക്കളോടും സുവിശേഷം പ്രസംഗിച്ച് കുഷ്ഠരോഗികളുടെ വ്രണങ്ങളിൽ ചുംബിച്ച് കടന്നുപോയ ആ മനുഷ്യനെ മുതിർന്നവരും കുട്ടികളും കല്ലെറിഞ്ഞു. ഓരോ കല്ല് വന്ന് ശരീരത്തിൽ പതിക്കുമ്പോഴും ഫ്രാൻസിസ് തിരിഞ്ഞ് അവരോട് പറഞ്ഞു, ഒരു കല്ലെറിയുന്നവന് ഒരു പുണ്യം, 2 കല്ലെറിയുന്നവന് 2 പുണ്യം. ശാന്തതയും വിനയഹൃദയവും നിറഞ്ഞു നിന്ന പുണ്യവ്യക്തിത്വം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ശാന്തതയോടെയും വിനയത്തോടെയും വ്യാപരിക്കാനുള്ള കൃപ ഈശോയിൽ നിന്ന് വാങ്ങിത്തരുന്നതിനായി. ആമേൻ.